ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എൻ്റെ അതുകൂട്ടൻ അഡ്മിറ്റ് ആയിരുന്നു. സോ ആ സമയത്തുള്ള ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. രാവിലെ എണീറ്റ് പാടി അവൻ ബ്രഷൊക്കെ ചെയ്ത് ഞാൻ പോയി ചായയൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. വന്ന സമയത്ത് തന്നെ അവനത് മമ്മി എടുത്തു കൊടുത്തു കേട്ടോ. അവനാണെങ്കിൽ ഞാനൊരു സ്പൈഡർമാനെ മേടിച്ചു കൊടുത്തു. അതിനെ താഴെ വെക്കില്ല എന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരൻ അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ കേട്ടോ കിടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ ജസ്റ്റ് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എത്ര ദിവസം എന്ന് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കിടക്കുക, ഒന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്നു കേട്ടോ. ഞങ്ങൾ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ മാനന്തവാടിയിലായിരുന്നു. സോ അവിടെ ആണെങ്കിൽ ഒത്തിരി കാഴ്ചകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് നോക്കിയാൽ കാണാനുണ്ട്. എന്നാലും ദൂരെ നമുക്ക് റോഡും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരു നടത്തമായിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു. എന്തായാലും അവൻ്റെ എക്സസൈസും കാര്യങ്ങളും നടക്കുന്നില്ല. വീട്ടിലാണെങ്കിൽ അങ്ങോട്ട് തകൃതം മറിയലാണല്ലോ പണി. സോ അതൊന്നും അവിടെ നടക്കാത്തത് കൊണ്ട് എന്നാൽ ഒരു എക്സസൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യായാമം ആയിക്കോട്ടെ, ഒരു നടത്തം ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് അവനിങ്ങനെ നടക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിക്ക് തണക്കാൻ വേണ്ടി തണക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനൊരു കുഞ്ഞ് ഷോൾ ഉണ്ടായിരുന്നു. ആ ഷോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. അതും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അധികം നേരമൊന്നും അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അത് ഇറങ്ങിക്കഴിഞ്ഞ് മമ്മീനോട് ഹാൻഡ്സ് അപ്പ് സ്റ്റാൻഡേർഡൈസ് എന്നൊക്കെ പറയുന്ന കേട്ടോ. അതായത് മമ്മി അനുസരിക്കണം. അവനല്ല പറയുന്നത്, അത് പറയുന്നത് സ്പൈഡർമാനാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ആക്ട് ചെയ്യുന്നത്. മമ്മി അതിനനുസരിച്ച് എഴുന്നേൽക്കുന്നു. മമ്മി പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് എഴുന്നേൽക്കാൻ വയ്യ, വേണമെങ്കിൽ ഹാൻഡ്സ് അപ്പ് ഒക്കെ വെച്ച് ഞാൻ കളിച്ചോളാം. അതിന് ശേഷം ഞാൻ എൻ്റെ വർക്കിലേക്ക് കടന്നു കേട്ടോ. സോ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ ചെയ്തു. വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും. പിന്നെ അധികമൊന്നും നടന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിലായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും അധികം നടക്കില്ല. ബട്ട് കുറച്ചൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുമല്ലോ ഫ്രീ ടൈം ആയിരിക്കുന്ന സമയത്ത്. പിന്നെ അതിന് ശേഷം സിസ്റ്റർമാർ വന്നിട്ട് അങ്ങനെ നടക്കണ്ടട കള്ളാന്നും പറഞ്ഞിട്ട് അവനെ ജസ്റ്റ് എന്താ പറയുക ഇഞ്ചക്ഷൻ ട്രിപ്പ് ഇട്ട് കൊടുത്തു. ആ ഡ്രിപ്പ് ഇട്ടതിന് ശേഷം ഞാൻ പോയി അവന് ഭയങ്കര പരവേശുവാന്നൊക്കെ പറഞ്ഞ് കാർച്ചയും കൂച്ചയും മേടിച്ച് എനിക്ക് പഴം വേണം, കുഞ്ഞിപ്പഴം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ പയ്യെ പോയി കുഞ്ഞിപ്പഴം മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞില്ല ഞാനത് മേടിച്ചു എന്നുള്ള കാര്യം കേട്ടോ. സോ അവനാണെങ്കിൽ ഞാൻ മേടിച്ചില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവൻ ഇരുന്നത്. അവൻ അത്രയും വിചാരിച്ചില്ല കേട്ടോ. അവനാണെങ്കിൽ കരയാൻ വേണ്ടി തുടങ്ങി. വിതുമ്പി വന്നു കേട്ടോ. മമ്മിയാണെങ്കിലും അതിൻ്റെ പുറകെ ഇച്ചിരിയും കൂടി അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു. എന്നിടത്തേക്കും പുള്ളിക്കാരൻ അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. കുഞ്ഞിപ്പഴം വേണമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറുപഴം. അതിൻ്റെ കൂടെ ഞാൻ കിവി ഫ്രൂട്ടും വാങ്ങി. ആക്ച്വലി എൻ്റെ ആദംകുട്ടിന് ഡെങ്കു ഫീവർ ആയിരുന്നു. സോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ലോ ആയതുകൊണ്ട് ഞാനങ്ങനെ മേടിച്ചു. പിന്നെ തുറമാങ്ങ ഞാൻ ആദ്യമായിട്ടോ ഈ സാധനം തിന്നുന്നത്. ആ കടയിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങി. ഫസ്റ്റ് ടൈം ഞാൻ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്കത് ടേസ്റ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വാങ്ങി. പക്ഷേ യമ്മിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കാരണം പുളിയും ഉപ്പും എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീടിനടുത്തുള്ള സിസ്റ്ററാണ് കേട്ടോ ഇത്. സിസ്റ്റർ അവിടെ ലാബിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്ററാണ്. അവർ ആദംകുട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. സോ ആദംകുട്ടൻ ആ സമയത്ത് അതിങ്ങനെ ബെഡ് എലിവേറ്റ് ചെയ്യലും അതുപോലെ തന്നെ എന്താ പറയുക അതൊന്ന് കൺട്രോൾ ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് ശേഷം ആദംകുട്ടന് കിവി ഫ്രൂട്ട് മമ്മി എടുത്ത് കൊടുത്തു. പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പയ്യെ അവൻ്റെ ടാബൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അതിൻ്റെ അകത്തുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ചുമ്മാ ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അവന് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നോക്കിയിരിക്കുന്ന അത്ര നല്ല കാര്യമല്ലല്ലോ. ഉച്ചയായപ്പോൾ ഞാൻ പോയിട്ട് ഇച്ചിരി നെയ്ച്ചോറ് വാങ്ങിയിട്ടുണ്ടോ കേട്ടോ. അവനാണെങ്കിൽ ഇത്രയും ദിവസം കഞ്ഞിയും കാര്യങ്ങളൊക്കെ കുടിച്ചതുകൊണ്ട് ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവൻ എങ്ങനെയാണ് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കുടിച്ചതെന്ന് എനിക്കറിയില്ല. ബട്ട് എന്തായാലും ഞാൻ ആ പാവം കൊച്ചിന് ഇച്ചിരി രുചിയോടെ തന്നെ നെയ്ച്ചോറ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ നെയ്ച്ചോറൊക്കെ വാങ്ങിക്കൊടുത്ത് അവൻ വയറ് നിറച്ച് കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചായ മേടിച്ചുകൊണ്ട് വന്നിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മമ്മി ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അവനെയും കൊണ്ട്. ഞാൻ ഒരു പഴംപൊരിയും വാങ്ങി ചായയും മേടിച്ച് അവന് ചായയെല്ലാം കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് മരുന്ന് കുഴപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല ഈ സമയത്ത്. സോ കൊച്ചിനാണെങ്കിലും ഇറിറ്റേഷൻ ആവത്തില്ലേ. അതിന് ശേഷം രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ പൊറോട്ടയെല്ലാം വാങ്ങി അതൊക്കെ കഴിച്ച് അവനെ ഫ്രഷാക്കി കിടന്നു.